Welcome back, my dear students, on a new lecture on number theory. Previous lectures, നമ്മൾ ഫെർമാസ് തിയറവുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. So in this lecture, we'll be discussing about converse of the Fermat's theorem. Fermat's little theorem. So, Fermat's little theorem പറയുന്നത് if P is a prime and P does not divides A, then A raised to P minus 1 congruent to 1 mod P. So, what is the converse of this statement? Converse of this statement is ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ഒരു നമ്പറിന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ആ നമ്പർ പ്രൈം ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇഫ് a raised to, let's say, n minus 1 congruent to 1 mod n, does that imply that n is prime? നമുക്കറിയാം പ്രൈം ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആ നമ്പർ എന്തുമല്ല, പ്രൈം അല്ലെന്നും പറയാൻ സാധിക്കും. അപ്പൊ തിരിച്ചുള്ള നാച്ചുറൽ ചോദ്യമാണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്, പ്രൈം ആണ്? അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. സോ ഇൻ ജനറൽ ദിസ് നീഡ് നോട്ട് ബി ദ കേസ്, ഓർ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ഓക്കെ, കോൺവേഴ്സ് ട്രൂ ആകണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പൊ കോൺവേഴ്സ് ട്രൂ ആകണമെന്ന് നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ we should be able to find a number n which is not a prime such that a raised to n minus 1 congruent to 1 mod n. അതായത് a raised to n minus 1 congruent to 1 mod n എന്ന് കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു പ്രൈം അല്ലാത്ത അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് നമ്പർ നമുക്ക് കിട്ടണം. ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ്. സോ കോൺവേഴ്സ് ട്രൂ അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി we need an example. Okay, such type of examples are called counter examples. നമ്മൾ കോൺവേഴ്സ് ട്രൂ ആണോ എന്ന് ചോദിച്ചു, കോൺവേഴ്സ് ട്രൂ അല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ വേണം, വിച്ച് ഈസ് ദ കൗണ്ടർ എക്സാമ്പിൾ. ഓക്കെ, സോ ലെറ്റ് us discuss this counter example, or the example which shows that converse of the Fermat's theorem is not actually true. Okay, so the counter example is 2 raised to 340 is congruent to 1 mod 341, but 341 is not a prime. ഇനി ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇത് a raised to p minus 1 അല്ലെങ്കിൽ n is equal to 341 ആണെങ്കിൽ a raised to n minus 1 congruent to 1 mod n എന്ന് കിട്ടി. പക്ഷേ ഈ നമ്പർ 341 പ്രൈം അല്ല. അപ്പോൾ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് 2 raised to 340 congruent to 1 mod 341 എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ദ ആൻസർ ഈസ്, സോ ആദ്യം നമ്മൾ 341 ഈസ് നോട്ട് പ്രൈം എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. 341 ഈസ് ഈക്വൽ ടു 11 into 31. So 341-ന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. So which implies 341 is not a prime. Okay. Now നമുക്ക് 2 raised to 340 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 2 raised to 10 എടുക്കുക. 2 raised to 10 is actually 1024. നമ്മൾ 1024-നെ നമ്മൾ 341-ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി, സോ ദിസ് ഈസ് 3 into 341 plus 1. നമ്മൾ എന്തുകൊണ്ട് 2 raised to 10 എടുത്തു എന്നുള്ളതിൻ്റെ റീസൺ ഇതാണ്. ഓക്കെ, ഇതുകൊണ്ടാണ് എടുത്തത്. സോ ദിസ് ഈസ് കോൺഗ്രുവന്റ് ടു, ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 341, സോ വിച്ച് ഈസ് കോൺഗ്രുവന്റ് ടു 0 plus 1 mod 341. Okay, so this implies 2 raised to 10
congruent to 1 mod 341. Now, നമുക്ക് വേണ്ടത് 2 raised to 340 ആണ്. So 2 raised to 340 is 2 raised to 10, the whole raised to 34. 2 raised to 10 is congruent to 1 mod 341. So this is congruent to 1 raised to 34 mod 341. Okay. So 1 raised to 34 is actually 1. So this is 1 mod 341. So 2 raised to 340 congruent to 1 mod 341 ആണെന്ന് കിട്ടി. But 341 is not prime. Okay. That is a raised to p minus 1 congruent to 1 mod p ആയാലും p എന്താകണമെന്നില്ല, പ്രൈം ആകണമെന്നില്ല. P need not be prime. Okay. So this is actually the converse. അപ്പോൾ converse of Fermat's theorem is not actually true. That's the idea. അങ്ങനെ ട്രൂ ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. Now moving on. So we have another result which is a lemma. It's a small result, that's why it's called a lemma. If P and Q are distinct primes, so P യും Q യും രണ്ട് വ്യത്യസ്തമായ പ്രൈം നമ്പേഴ്സ് ആണ്, with a raised to P congruent to a mod P and a raised to Q congruent to a mod Q. Then a raised to PQ congruent to a mod PQ. So a raised to P congruent to a mod P യും a raised to Q congruent to a mod Q ആണെങ്കിൽ a raised to PQ congruent to a mod PQ ആണെന്ന് പ്രൂവ് ചെയ്യണം. P യും Q യും വ്യത്യസ്തമായ പ്രൈംസ് ആണ്. So proof is okay. So P യും Q യും പ്രൈം ആയതുകൊണ്ട്, so by Fermat's theorem we can state that so a raised to P is congruent to a mod P. Okay. And a raised to Q congruent to a mod Q. Now a raised to P, the whole raised to Q congruent to a raised to Q mod P. So this is equation number 1. This is true because Fermat's theorem വെച്ചിട്ട് a raised to P congruent to a mod P ആണ്. So whole raised to Q എടുക്കുമ്പോൾ a raised to P the whole raised to Q congruent to a raised to Q mod P. Similarly, a raised to Q congruent to a mod Q by Fermat's theorem. This implies raised to P എടുക്കുമ്പോൾ a raised to Q the whole raised to P congruent to a raised to P mod Q. Now our assumption is, so assumption, there's a slight change in assumption. This is not the assumption. Okay, the assumption is this is mod Q and this is mod P. That's the assumption. Okay, so ചെറിയൊരു mistake ഉണ്ട്. So this is mod Q and this is mod P. Let's move on. അപ്പോൾ a raised to P congruent to a mod Q ആണ്, a raised to Q congruent to a mod P ആണ്. So equation 1നെ നമുക്ക് a raised to PQ congruent to a raised to Q mod P, നമുക്ക് assumption വെച്ചിട്ട് a raised to Q is congruent to a mod Q. So this is congruent to a mod P. കാരണം a raised to Q congruent to a mod P ആണ്. Okay. So a raised to PQ congruent to a mod P. Similarly, ഇവിടെ a raised to Q the whole raised to P is a raised to PQ congruent to a raised to P mod Q. Now a raised to P is congruent to a mod Q. So this is congruent to a mod Q. So this implies
a raised to pq minus a congruent to 0 mod p. And this implies a raised to pq minus a congruent to 0 mod q. That is, this implies p divides a raised to pq minus a and q divides a raised to pq minus a. അപ്പോൾ പിയും ക്യൂവും വ്യത്യസ്തമായ പ്രൈം നമ്പേഴ്സ് ആണ്. പിയും ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു, ക്യൂവും ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ ഇത് is a multiple of p and this is a multiple of q as well. ഇനി പിക്കും ക്യൂവിനും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, പിയും ക്യൂവും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട്, കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ടും we can say that pq divides a raised to pq minus a. കാരണം p divides this and q divides this and GCD of p and q are 1. കാരണം p യും q വ്യത്യസ്തമായ പ്രൈം നമ്പേഴ്സ് ആണ്, കോമൺ ഫാക്ടേഴ്സ് ഇല്ല. സോ ദിസ് ഇംപ്ലൈസ് a raised to pq minus a congruent to 0 mod pq. That is a raised to pq congruent to a mod pq. Okay, this is the result. So a raised to p congruent to a mod q, a raised to q congruent to a mod p ആണെങ്കിൽ a raised to pq congruent to a mod pq ആണ്. This is another result. So ഈ റിസൾട്ട് വെച്ചിട്ടും നമുക്ക് 2 raised to 340 congruent to 1 mod 341 എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം, which is given in the textbook. Please refer. അത് നിങ്ങൾ നോക്കാം. Now we are going to discuss about different types of numbers. First one is Mersenne primes. ഇത് രണ്ടും ഫെർമാസിറ്റി തിയറത്തിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന നമ്പേഴ്സാണ്. സോ നമ്മൾ ഫെർമാസിറ്റി തിയറത്തിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിളാണ് 2 raised to 1 1 2 1 1 2 1 3 minus 1 is not divisible by 11. Okay, ഇത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്, എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. Here observation is 11213 is a prime number. Okay, in fact this number 2 raised to 11213 minus 1 is not divisible by any number other than this number. So this is actually a prime number. So നമുക്ക് ഈ നമ്പർ ഒരു പ്രൈം നമ്പർ ആണെന്ന് കിട്ടി. So there are prime numbers of the form 2 raised to p minus 1. p പ്രൈം ആകുമ്പോൾ 2 raised to p minus 1 പ്രൈം ആകുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. Okay, so for any prime p, does 2 raised to p minus 1 prime? Okay, എല്ലാ കേസിലും ഇത് ജനറലി ട്രൂ അല്ല. കാരണം 2 raised to 11 minus 1 എടുത്താൽ this is actually 2047. This can be written as 23 into 89. So this is not a prime number. അപ്പോൾ 2 raised to p minus 1 in general is not a prime number. Okay, n is equal to അല്ലെങ്കിൽ p is equal to 11 എന്നെടുത്താൽ 11 പ്രൈം നമ്പർ ആണ്, പക്ഷേ 2 raised to 11 minus 1 പ്രൈം നമ്പർ ഇല്ല. But there are prime numbers which is of the form 2 raised to p minus 1. അങ്ങനെയുള്ള പ്രൈം നമ്പേഴ്സിനെയാണ് നമ്മൾ മെർസൻ പ്രൈംസ് എന്ന് വിളിക്കുന്നത്. സോ ദ പ്രൈം നമ്പേഴ്സ് of the form 2 raised to p minus 1 where p is prime is called Mersenne primes. Okay, ഇങ്ങനെയുള്ള ഈ മെർസൻ പ്രൈംസിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോജക്റ്റുമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്.
is an interesting class of numbers. ഏതൊക്കെ പ്രൈം നമ്പേഴ്സിനാണ് 2p-1 പ്രൈം ആകുന്നത്, അങ്ങനെയുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്, അങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി പ്രൈം നമ്പേഴ്സ് ഉണ്ടോ അതോ ഫൈനലി മെനി പ്രൈംസേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാം. വി ഓൺലി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദിസ് മെർസൺ പ്രൈംസ് എന്ന് വെച്ചാൽ എന്താണ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, ഇൻ ജനറൽ എല്ലാ പ്രൈമിന്റെ കേസിലും 2p-1 പ്രൈം ആകണമെന്ന് നിർബന്ധമില്ല. കൗണ്ടർ എക്സാമ്പിൾ ഈസ് 211-1, which is not a prime number. These are the things which we need to understand. This is the first class of number of our discussion. Next number is pseudo prime. This is actually quite an interesting class of number. ഇത് പ്രൈം പോലെ ഇരിക്കുന്ന എന്നാൽ പ്രൈം അല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ സ്യൂഡോ പ്രൈംസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരു നമ്പർ പ്രൈം ആകണമെങ്കിൽ അപ്പോൾ ആ പ്രൈം നമ്പേഴ്സ് അതിൻ്റെ ഫാക്ടേഴ്സ് 1 ആ നമ്പേഴ്സ് മാത്രമാണ്. ചില നമ്പേഴ്സിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാകും, ചില നമ്പേഴ്സിന് വളരെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കുറയുന്നതിനനുസരിച്ച് ഈ ഒരു നമ്പർ പ്രൈം ആകാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ മിനിമം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉള്ള ഒരു നമ്പേഴ്സ് എടുത്താൽ ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി പ്രൈം, വിച്ച് ഈസ് ആക്ച്വലി ക്ലോസ് ടു എ പ്രൈം നമ്പർ. അങ്ങനെയുള്ള ചില ക്ലാസ് ഓഫ് നമ്പേഴ്സിൻ്റെ സ്റ്റഡിയാണ് ഇത് പറയുന്നത്. So, pseudo prime is a composite number. It's a composite number n such that n divides 2n-2. ഇപ്പോൾ ഈ നമ്പർ സ്യൂഡോ പ്രൈം ആണെന്ന് പറയണമെങ്കിൽ എ കോമ്പോസിറ്റ് നമ്പർ n is said to be is called pseudo prime if n divides 2n-2. n 2n-2നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സിനെയാണ് നമ്മൾ സ്യൂഡോ പ്രൈംസ് എന്ന് സാധാരണയായിട്ട് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു സ്യൂഡോ പ്രൈം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ കൺസിഡർ നമ്മൾ കോൺവേഴ്സ് ഓഫ് ദ ഫെർമാസ് തിയറം ട്രൂ അല്ല എന്ന് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു നമ്പർ യൂസ് ചെയ്തിരുന്നു, 341. വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് 2^341 congruent to 340 congruent to 1 mod 341. ഇതിനെ 2 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2^341 congruent to 2 mod 341 എന്ന് കിട്ടും. That is 2^341 minus 2 congruent to 0 mod 341. That is 341 actually divides 2^341 minus 2. Okay. അപ്പോൾ n divides 2n-2 ആണെങ്കിൽ എന്നിനെ നമ്മൾ സ്യൂഡോ പ്രൈം എന്നാണ് വിളിക്കുന്നത്. സോ 341 is a pseudo prime. Okay, so converse of the Fermat's theorem establish ചെയ്യാൻ അതിൻ്റെ കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്ത ഐഡിയയിൽ നിന്നാണ് we can construct a general class of numbers which is called pseudo primes. 341 is an example of a pseudo prime. Next question, are there many infinite pseudo prime? Generally pseudo primes എന്തെങ്കിലും ഫോർമാറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി സ്യൂഡോ പ്രൈംസ് ആർ ദെയർ? അല്ലെങ്കിൽ വേറെ രീതി ചോദിച്ചാൽ, ഇപ്പം നമുക്ക് 341 സ്യൂഡോ പ്രൈം ആണെന്ന് നമുക്കറിയാം. ഇനിയും വേറൊരു സ്യൂഡോ പ്രൈം ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമോ? അങ്ങനെ കണ്ടെത്തി പോയാൽ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദെയർ ആർ ലോട്ട് ഓഫ് സ്യൂഡോ പ്രൈംസ്. ഓക്കെ, അപ്പം ഒരു സ്യൂഡോ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതിൻ്റെ അകത്തെ ഓരോ എന്നും 2n-2നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. സോ ഒരു സ്യൂഡോ പ്രൈം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുതിയൊരു സ്യൂഡോ പ്രൈം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയാൽ we will get a lot of pseudo primes. അങ്ങനെയുള്ള ചില നമ്പേഴ്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു തിയറാണ്. സോ തിയറം which states that if n is an odd pseudo prime, if n is an odd pseudo prime,
then the number mn, which is defined as 2 raised to n minus 1, is again a pseudo prime. So n ഒരു pseudo prime ആണെങ്കിൽ 2 raised to n minus 1ഉം എന്ത് തന്നെയാണ്? pseudo prime തന്നെയാണ്. എന്നൊരു ഓഡ് pseudo prime ആണ്. അപ്പോൾ ഓരോ ഓഡ് pseudo prime നിന്നും we can construct new pseudo primes. അപ്പോൾ 341 ഒരു ഓഡ് pseudo prime ആണ്. അങ്ങനെയാണെങ്കിൽ 2 raised to 341 minus 1 is again a pseudo prime. Okay, this is the idea. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് n is an odd pseudo prime എന്ന് തന്നിട്ടുണ്ട്. Okay, so proof is given that n is an odd pseudo prime. Okay, we have to prove that mn is a pseudo prime. ഇനി mn pseudo prime ആണെന്ന് എങ്ങനെ ചൂസ് ചെയ്യും? n pseudo prime ആകണമെങ്കിൽ n should divide 2 raised to n minus 2. So mn pseudo prime ആണെങ്കിൽ we should be able to prove that mn divides 2 raised to mn minus 2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. mn should be dividing 2 raised to mn minus 2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ n pseudo prime ആയതുകൊണ്ട് n is composite. കാരണം pseudo primeന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. സോ എന്നിനെ നമുക്ക് രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സിന്റെ ഫാക്ടർ ആയിട്ട് എഴുതാൻ പറ്റും. സോ n should be equal to some r into s, where 1 less than r less than s less than n. രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആക്കി എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, നമുക്കൊരു റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് d divides n, then 2 raised to d minus 1 divides 2 raised to n minus 1. ഈ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് is a result. അതിൻ്റെ പ്രൂഫ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അണ്ടർസ്റ്റാൻഡ് ദിസ് റിസൾട്ട്. So using this result, r divides n. ഇവിടെ d ക്ക് പകരം r ആക്കുന്നേ ഉള്ളൂ. So this implies 2 raised to r minus 1 divides 2 raised to n minus 1. 2 raised to n minus 1നെയാണ് നമ്മൾ mn എന്ന് കൊടുത്തത്. That is 2 raised to r minus 1 divides mn. So ഇത് mn നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ that is mn is composite. ഇപ്പോൾ mn എന്ത് നമ്പർ അല്ല, പ്രൈം നമ്പർ അല്ലെന്ന് കിട്ടി. കാരണം സ്യൂഡോ പ്രൈം ആകണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇറ്റ് ഷുഡ് ബി എ കോമ്പോസിറ്റ് നമ്പർ ആൻഡ് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷനായി mn ഈസ് ആക്ച്വലി എ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, നൗ n സ്യൂഡോ പ്രൈം ആയതുകൊണ്ട് n ഈസ് ഓക്കെ സ്യൂഡോ പ്രൈം ആയതുകൊണ്ട് n divides 2 raised to n minus 2. That is 2 raised to n minus 2 congruent to 0 model. Or 2 raised to n minus 2 is actually a multiple of n. അങ്ങനെ എഴുതാം. That is 2 raised to n minus 2 should be equal to some multiple of n. Okay. ഇനി നമുക്ക് വേണ്ടത് 2 raised to mn minus 1ന്റെ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് mn divides 2 raised to mn minus 2 എന്നാണ് നമുക്ക് വേണ്ടത്. 2 raised to mnന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് 2 raised to, സോ ഇത് 2 raised to n minus 1നെ നമുക്ക് 2 raised to minus 2നെ 2 raised to n minus 1 minus 1 is equal to k എന്ന് എഴുതാം. So this is actually mn minus 1 is equal to kn. This is the mean. Okay. അപ്പം mn minus 1 is a multiple of n. That's the idea. അപ്പം 2 raised to mn minus 1 എടുത്തു. Okay. 2 raised to mn minus 1 എന്ന് വെച്ചാൽ 2 raised to n minus 2. Okay, mn minus 1 is actually kn. 2 raised to n minus 2 is kn. So this is actually 2 raised to kn. But 2 raised to mn minus 1 is equal to 2 raised to kn. Now 2 raised to
mn minus 1 minus 1 is actually രണ്ട് സൈഡിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 റൈസ് ടു കെ എൻ മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 റൈസ് ടു എൻ ദ ഹോൾ റൈസ് ടു കെ മൈനസ് 1 റൈസ് ടു കെ. ദിസ് ഈസ് ഓഫ് ദ ഫോം a റൈസ് ടു കെ മൈനസ് ബി റൈസ് ടു കെ. a റൈസ് ടു കെ മൈനസ് ബി റൈസ് ടു കെ നമുക്ക് a മൈനസ് ബി ടൈംസ് a raised to k minus 1 b plus a raised to k minus 2 b square plus etc. a raised to 1 b raised to k minus 1 ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ എയുടെ സ്ഥാനത്ത് 2 raised to എന്നാണ്, ബിയുടെ സ്ഥാനത്ത് 1. സോ ഹിയർ എയുടെ സ്ഥാനത്ത് നമ്മൾ 2 raised to n എന്ന് കൊടുക്കുന്നു, ബിയുടെ സ്ഥാനത്ത് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു a minus b 2 raised to n minus 1 times 2 raised to n the whole raised to k minus 1. 2 raised to n raised to k minus 1 എന്ന് വെച്ചാൽ n into k minus 1 times b raised to 1. b raised to 1 is 1 raised to 1 which is 1 plus 2 raised to n into 2 raised to n the whole raised to k minus 2 that is 2 raised to n into k minus 2 into 1 square plus etc. plus last term is 2 raised to n into 1 raised to k minus 1. Okay, start ചെയ്ത് 2 raised to mn minus 1 minus 1 ഇതെന്നാണ്. So 2 raised to mn minus 1 is actually equal to 2 raised to n minus 1 times 2 raised to n into k minus 1 plus 2 raised to n into k minus 2 plus 2 raised to n into k minus 3 plus etc. 2 raised to n. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി 2 raised to n minus 1നെ നമ്മൾ mn എന്നാണ് കൊടുത്തത്. സോ ദിസ് ഈസ് mn into 2 raised to n into k minus 1 plus 2 raised to n into k minus 2 plus etc. plus 2 raised to n. Okay, so this is actually a multiple of mn. mn into something which is a multiple of n. So that is 2 raised to mn minus 1 congruent to 0 mod mn. Okay, കാരണം this is a multiple of mn എന്ന് കിട്ടി. That is 2 raised to mn minus 1 congruent to 1 mod mn. നമ്മൾ 2 കൊണ്ട് ത്രൂഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് 2 into 2 raised to mn minus 1 is 2 raised to mn congruent to 2 mod mn. That is we get 2 raised to mn minus 2 congruent to 0 mod mn. That is mn divides 2 raised to mn minus 2. So mn composite ആണ് and mn divides 2 raised to mn minus 2. That is mn is a pseudo prime. ഓക്കെ, സോ നമുക്ക് ഒരു സ്യൂഡോ പ്രൈം കിട്ടിയാൽ അതിൽ നിന്നും വീണ്ടും സ്യൂഡോ പ്രൈം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 341 സ്യൂഡോ പ്രൈം ആണെങ്കിൽ 2 raised to 341 minus 1 സ്യൂഡോ പ്രൈം ആണ്. എന്നിട്ട് അത് 2 raised to ആ നമ്പർ മൈനസ് 1 സ്യൂഡോ പ്രൈം ആണ്. അങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി സ്യൂഡോ പ്രൈംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് there are infinitely many pseudo primes. അത് ഇങ്ങനെ തന്നെ എടുത്താൽ മതി. അപ്പം 341 is pseudo prime. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 raised to 341 minus 1 is pseudo prime. ഇതിനെ സം m1 എന്ന് കൊടുക്കുക. Then 2 raised to m1 minus 1 is a pseudo prime which is m2. And 2 raised to m2 minus 1 is again a pseudo prime which is m3. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ വി ഗെറ്റ് ഇൻഫിനിറ്റ്ലി മെനി സ്യൂഡോ പ്രൈംസ്. അപ്പോൾ ഒരു സ്യൂഡോ പ്രൈമിൽ നിന്ന് തന്നെ ധാരാളം സ്യൂഡോ പ്രൈംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് another way of saying that there are infinitely many pseudo prime. അപ്പം n സ്യൂഡോ പ്രൈം ആണെങ്കിൽ 2 raised to n minus 1 is again a pseudo prime. This is the
മെയിൻ റിസൾട്ട് റിഗാർഡിംഗ് സ്യൂഡോ പ്രൈം. ഇപ്പോൾ സ്യൂഡോ പ്രൈമിൻ്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് നമ്പേഴ്സ് ആണ് നമ്മൾ അടുത്തത് ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്താൽ യു വിൽ എൻഡ് ദിസ് സെക്ഷൻ. താങ്ക് യു.